ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇപ്പോൾ കുട്ടമ്പുഴയിലുണ്ടായ സംഭവം അതിദാരുണമാണ്. ആ കാട്ടാന ആക്രമണം, ആ ഒരു മൃതദേഹത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ അത്രത്തോളം പരിതാപകരമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു. ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല. അവിടെ അടുത്തുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലും അതിരൂക്ഷമായ വിമർശനം, അതിലുള്ള പ്രതിഷേധം കൂടിയാണ് അവിടെ അരങ്ങേറുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം ജനങ്ങളുടെ പ്രതിഷേധം അവിടെ ക്ഷണിച്ചു വരുത്തി എന്നുള്ളതാണ്. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ മൃതദേഹത്തെ നമ്മൾ എന്താണ് നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത രീതിയിൽ അത്രയധികം ദാരുണമാണ് സ്ഥിതി. ഇത് സർക്കാരിന്റെ അലഭാവം കൊണ്ട് മാത്രം ഉണ്ടായത്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഇവരെ യാതൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്നതിന്റെ പരിണിത ഫലമാണ്. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഫെൻസിങ്ങോ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളോ ഇനി അതല്ലെങ്കിൽ ഈ കാട്ടാനയെ തുരത്തി ഓടിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നും ഈ നാട്ടിൽ കിട്ടാത്തതല്ല, അത് ചെയ്യാത്തതാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റി അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും സൗജന്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ്. അതെ, അത് പല കാര്യങ്ങൾക്കുള്ള പല ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് നടപ്പിലാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഇനി അന്വേഷിക്കുമെന്നാണ് വനമന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതാണ് ഇവിടെ പ്രശ്നം. ഇവിടെ പ്രോജക്റ്റിന്റെ അപര്യാപ്തതയോ ഫണ്ടിങ്ങിന്റെ അപര്യാപ്തതയോ അല്ല വിഷയം. ഇവിടെ വിഷയം എന്ന് പറയുന്നത് നടപ്പിലാക്കാത്ത ആ പാളിച്ചങ്ങ് ഏറ്റെടുത്താൽ മതി. എത്ര ആളുകളുടെ മനുഷ്യജീവനാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ചിന്തിക്കട്ടെ. ഇവര് എന്തു ചെയ്തു? ഇപ്പൊ ഓരോ വിഷയങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യുന്നു, വീണ്ടും ആവർത്തിക്കും. എന്തെങ്കിലും ഇത് പരിഹാരമായിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ RKVയുടെ പദ്ധതി, നബാർഡിന്റെ പദ്ധതി, പല പദ്ധതികളുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും വാങ്ങുന്നുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇതെല്ലാം വളരെ പിന്നെ നിയമത്തിൽ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് പ്രത്യേകമായ അധികാരമുണ്ട്. ഈ മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള അധികാരമുണ്ട്. എവിടെ അവർ ഉപയോഗിക്കുന്നു, എവിടെയാണുള്ള അനുവാദം കൊടുക്കും, ഒരിടത്തും ചെയ്തില്ല. അപ്പൊ ഇതെല്ലാം ക്ഷണിച്ചു വരുത്തി ഈ പറയപ്പെടുന്നത് പോലെ മനുഷ്യന്റെ ജീവൻ കുരുതി കൊടുത്തതിന് ശേഷം ന്യായം വിളമ്പുന്ന ഒരു തരത്തിലാണ് ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നീതിയിരിക്കാൻ കഴിയില്ല. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. ജനങ്ങൾ പാവപ്പെട്ടവർ സാധാരണക്കാരാണ്. അവരെ ഈ പറയപ്പെടുന്ന രീതിയിലേക്ക് പാതിരാത്രിയിൽ സമരം ചെയ്യുന്ന തരത്തിലേക്ക് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ ആളുകളെല്ലാം തടിച്ചുകൂടി ഈ വിധത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന വിധത്തിൽ ഒരു മനുഷ്യജീവനെ, ഒരു കുടുംബത്തെയാണ് ഇവർ അനാഥമാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് ശക്തമായ പ്രതിഷേധം. ഈ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ എന്തെല്ലാം ചെയ്യുന്നു. ഇപ്പൊ പല നിയമം ഒരു ഭേദഗതിയല്ലേ കേരള സർക്കാർ? എന്ത് പറഞ്ഞോണ്ടാ? ഈ പറയപ്പെടുന്ന വനപാലകർക്ക് അമിതാധികാരം എന്ന് വെച്ചാൽ പോലീസിനേക്കാൾ വലിയ അധികാരം. ക്രിമിനൽ കുറ്റം എടുത്തുകൊണ്ട് ചുമത്തിക്കൊണ്ട് ഏതൊരാളെയും അഴിക്കുള്ളിലാക്കാൻ വേണ്ടിയതായ ഭേദഗതി ഇവർ കൊണ്ടുവരുന്നു. എന്ത് അധികാരത്തിന്റെ പേര്? ഇപ്പൊ കേന്ദ്ര സർക്കാർ വനസംരക്ഷണ നിയമം പല ഭേദഗതികളും കൊണ്ടുവന്നു. ആ ഭേദഗതികൾ തന്നെ നമുക്ക് കുറെയൊക്കെ സ്വീകാര്യമാണ്. പക്ഷെ ഇവിടെ കേരള ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഇപ്പൊ ഈ വന്നിട്ടുള്ള അവസാനത്തെ വനഭേദഗതി കരട് റിപ്പോർട്ട് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിന്റെ പേരിൽ വനപാലകർക്ക് കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്നത് പോലെ അമിത അധികാരം കെട്ടിച്ചമർത്തി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിധത്തിലുള്ള പ്രതിഷേധകരമായ സാഹചര്യങ്ങൾ അവർ ക്ഷണിച്ചു വരുത്തുന്നു. ഒരു കാരണവശാലും അതിനെ നമുക്ക് നീതീകരിക്കാൻ കഴിയില്ല. ശക്തമായ പ്രതിഷേധം ഞാൻ ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ അലംഭാവം നീതീകരിക്കാൻ ഒരു തരത്തിലും നമുക്കാവുന്നില്ല. ഈ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യുമെന്നൊക്കെ പറയും. പക്ഷെ വീണ്ടും വീണ്ടും ആവർത്തിക്കും. ഇതാണ് നമ്മൾ കാണുന്ന കാഴ്ച. തീർച്ചയായും ശ്രീ ഡീൻ കുര്യാക്കോസ് MP അദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്. നന്ദി.